ഒരു പ്രവാസി റൂമിലെത്തി ഡബിൾ കട്ടിമേലും കയറി റൂഫ് ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുമ്പോൾ എന്തൊക്കെയാണ് ആലോചിക്കാമെന്നറിയോ? വലിയ വലിയ ബിസിനസ് കാര്യങ്ങളോ ആഡംബരങ്ങളോ ഇതൊന്നുമല്ല. നാട്ടിലിപ്പോൾ എത്ര സമയമായിട്ടുണ്ടാവും? ഉമ്മയും വാപ്പയൊക്കെ ഫുഡ് കഴിച്ചോ? മക്കളൊക്കെ എഴുന്നേറ്റിട്ടുണ്ടാവുമോ? പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ മൈൻഡ് ഫുൾ ഇതായിരിക്കും. നാട്ടിലുള്ള പല സുഹൃത്തുക്കളും പറയും, അപ്പോൾ വലിയ ഗൾഫുകാരനൊക്കെ ആയി, വലിയ പൈസക്കാരനൊക്കെ ആയി, ഇനിയിപ്പോൾ നമ്മളൊന്നും ഒരു മൈൻഡ് ഉണ്ടാവില്ല, അവൻ വലിയ നിലയിലാണ്. ഇത് എത്രാമത്തെ നിലയിലുള്ളതെന്ന് ഈ പ്രവാസിക്ക് അറിയുള്ളൂ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ പൈസക്കും അതിൻ്റെ പിന്നിൽ ഒരു വലിയ ത്യാഗത്തിൻ്റെ കഥ പറയാനുണ്ടാവും. നാട്ടിൽ ഒരു കല്യാണം വരുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ ഒക്കെ അന്ന് നമ്മളെ വീട്ടിൽ എല്ലാവരും ഉണ്ടാവും, നമ്മൾ മാത്രം ഉണ്ടാവില്ല. നമ്മളെ സങ്കടമൊക്കെ അടക്കി പിടിച്ച് വീഡിയോ കോളിലൂടെ എല്ലാവരും നോക്കിയിട്ട് ചിരിക്കണ ഒരു ചിരിയുണ്ട്. അതൊക്കെ എങ്ങനെ പറയാമെന്നറിയില്ല, അതൊക്കെ ഫീൽ ചെയ്തവർക്ക് മനസ്സിലാവും. ഈ പ്രവാസികളെന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പുറത്തു പോയി ജോലി ചെയ്യണ പോലെ മാത്രമാണെന്ന് വിചാരിക്കരുത്. നമ്മളെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ജോലി ചെയ്യണം. പെട്ടെന്ന് നാട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 ദിവസം ട്രാവലിംഗ് മാത്രമുള്ള പല സ്ഥലത്തും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓൽക്കൊക്കെ ഇത് ഫീൽ ചെയ്യും. ഒലക്ക അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ. നമ്മളെ ഫോളോ ചെയ്തോളി, വെറുതാവില്ല.